ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചെമ്പനീർ പൂവിൻ്റെ ഈ ഭാഗം കേട്ടാലോ. രേവതി അമ്മയുടെ പൂക്കടയിൽ നിൽക്കുന്ന സമയത്ത് ആൻ്റണി അവളുടെ അനുജനുമായി വരുന്നു. രേവതിക്ക് ദേഷ്യം വന്ന് ആൻ്റണിയെ കുറ്റപ്പെടുത്തി അടിക്കാൻ വരെ കൈവങ്ങുന്നു. എന്നാൽ ശരത്ത് തടുക്കുന്നു. സജി അവൻ്റെ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്ക് ഒരു കാർ വാങ്ങി നൽകിയതിന് ശേഷം അവരുമായി തിരിച്ചു വരുമ്പോൾ ഒരു ബാറിൽ കയറാമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ ജോലി സമയത്ത് മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞ് സജി കാറിൽ വന്നിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് വീണ്ടും ബാറിലേക്ക് വരുന്നു. എന്നാൽ അവർ നിർബന്ധിച്ച് അവനെ അവിടെ ഇരുത്തുന്നു. അവൻ കഴിക്കില്ലെന്ന് തീർത്ത് പറയുന്നു. കുപ്പി തുറക്കാൻ വേണ്ടി അവർ നോക്കുമ്പോൾ അവർക്ക് കുപ്പി ഓപ്പൺ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സജി അത് ഓപ്പൺ ചെയ്ത് ഗ്ലാസ്സുകളിൽ വീഴ്ത്തി കൊടുക്കുന്നു. ആൻ്റണി ഇതെല്ലാം നേരെ ഫോണിൽ പകർത്തുന്നു. എന്നിട്ട് സോഷ്യൽ മീഡിയയിലിടുന്നു. ഇതൊന്നും അറിയാതെ സജി കാറുമായി ഓട്ടം പോകുന്നു. വഴിയിൽ വെച്ച് ഈ വീഡിയോ കണ്ട യാത്രക്കാർ വണ്ടി നിർത്തി ഞങ്ങളെവിടെ ഇറക്കി വിടൂ എന്ന് പറയുന്നു. എന്താ സാർ ഇറങ്ങുന്നത് എന്ന് സജി വീണ്ടും ചോദിച്ചിട്ട് ഇറക്കി വിടാനല്ലേ പറഞ്ഞ്, നിൻ്റെ കാറിൽ വന്നാൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ഓട്ടം വിളിച്ചവർ ഓരോരുത്തരായി അത് വിളിച്ച് ക്യാൻസൽ ചെയ്യുന്നു. സജിക്കൊന്നും മനസ്സിലാകുന്നില്ല. സജി ഫോൺ നോക്കിയതേയില്ല. രേവതിയുടെ അനുജൻ ശരത് വീട്ടിൽ വന്നിട്ട് അവളെ ഈ വീഡിയോ കാണിക്കുകയും ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലെന്നും പറയുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള മോശമായ കമൻ്റ് എല്ലാം വായിച്ച് കേൾപ്പിക്കുന്നു. രേവതി അനുജനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിർത്തിയിട്ട് ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ശ്രുതിയും അച്ഛനെയും മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി TV-യിൽ ഇത് ഇട്ട് കാണിക്കുന്നു. സജിയുടെ അച്ഛൻ നെഞ്ചു തകർന്ന വിശപ്പത്തോടെ നിൽക്കുന്നു. രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാവിലെ പൂ വിൽക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. എവിടെ പോകുന്നുവെന്ന് അവൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ഒരൊറ്റ ആളാണ് സജിക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്നും നാണക്കേടായി ഇനി എങ്ങനെ വെളിയിലിറങ്ങുമെന്നോ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര വഴക്കുണ്ടാക്കുന്നു. അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുന്നു. ശ്രുതിയുടെ അച്ഛൻ ഇത് അറിഞ്ഞാൽ എന്ത് ഇനി എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അലച്ചുകൊണ്ടേ നിൽക്കുന്നു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. പക്ഷേ ശ്രുതിയും ഇത് ആഘോഷമാക്കുന്നു. മുൻപ് അവനെ ഇതുപോലെ വീഡിയോ ഇട്ട് കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയത് സജിയാണെന്നുള്ള ചിന്തയും പിന്നെ ഇപ്പോൾ കാറ് വാങ്ങിയിട്ട് അവനെ വാങ്ങിയാൽ സമ്മതിക്കാതെയല്ലേ ആ നേതാവിന് വാങ്ങിച്ചു കൊടുത്തേ, ഇതെല്ലാം ഇവൻ്റെ മനസ്സിൽ കിടക്കുകയാണ് രണ്ടുപേരുടെയും. അങ്ങനെ രണ്ടുപേരും ഇത് ആഘോഷിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.